الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الحق من ربك فلا تكونن من الممترين ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأتي بكم الله جميعا إن الله على كل شيء قدير. സത്യവിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും ധാരാളമായി നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിനെ കാത്തിരിക്കുന്ന നമുക്ക് ആ റമദാനിലേക്ക് പ്രവേശിക്കുവാനും കഴിവിന്റെ പരമാവധി നന്മകൾ കൊണ്ട് സമ്പന്നമാക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 147-148 ആയത്തുകളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ റമദാൻ നന്മകളുടെ സീസണാണ്. ആ നന്മകളെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് വിശ്വാസി ചെയ്യേണ്ടത്. നന്മ തനിക്ക് ധാരാളമായി ലഭിക്കണമെന്ന ഒരു മനസ്സും നന്മ ചെയ്യാൻ കഴിഞ്ഞാലുള്ള സന്തോഷവുമാണ് വിശ്വാസിയെ വ്യതിരിക്തമാക്കുന്നത്. ഒരാളെ ഈമാൻ സ്വയം അയാൾക്ക് അളക്കാനുള്ള മാനദണ്ഡമായി പഠിപ്പിക്കപ്പെട്ടത് ഇദാ സറത്തുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ എന്നാണ്. നന്മകൾ നിന്നെ സന്തോഷിപ്പിക്കുകയും തിന്മകൾ നിന്നെ പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ നീ വിശ്വാസിയാണ് എന്നർത്ഥം.
നന്മ ചെയ്യാൻ അവസരം കിട്ടി, വല്ലാത്തൊരു സന്തോഷം. ഒരു തെറ്റിന്റെ ഭാഗമാകേണ്ടി വന്നു, വല്ലാത്തൊരു പ്രയാസം മനസ്സുകൊണ്ട് അനുഭവിക്കുന്നുവെങ്കിൽ അത് ഈമാനിന്റെ ലക്ഷണമാണ്, ഈമാനിന്റെ അടയാളമാണ് എന്നാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ നന്മ കാക്ഷിക്കുന്നവരായി മാറുക. രണ്ടുതരം കൽബാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. ഒന്ന് നന്മയെ ആഗ്രഹിക്കുന്ന കൽബ്, മറ്റൊരു തിന്മയെ ആഗ്രഹിക്കുന്ന കൽബ്. ഈ രണ്ട് കൽബുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നന്മയെ ആഗ്രഹിക്കുന്ന കൽബിന്റെ സവിശേഷത, ഏത് രംഗത്തേക്ക് ഇറങ്ങുമ്പോഴും ഇനി എന്താണ് ഖൈർ ചെയ്യാൻ കഴിയുക, ഇനി എന്താണ് നന്മ വർദ്ധിപ്പിക്കാൻ കഴിയുക, ഏതാണ് കൂടി കിട്ടുന്ന വഴികളുള്ളത് എന്ന ചിന്തയാകും അവർക്കുണ്ടാവുക. മറ്റു ഹദീസിൽ മഫാത്തിഹുൽ ഖൈർ എന്നാണ് പ്രയോഗം. ഖൈറിന്റെ മിഫ്താഹുകളാകുന്ന ചില ആളുകളുണ്ട്. മിഫ്താഹ് എന്നാൽ താക്കോൽ എന്നാണല്ലോ. അവർ നന്മയുടെ താക്കോലുകളാണ്. ഒരുപാട് നന്മകൾ അവരെ കൊണ്ട് തുടക്കമിടും. പല നന്മകൾക്കും അവരാണ് കാരണക്കാരായി മാറുക. പല നന്മകളും മുടങ്ങിപ്പോകുന്നിടത്ത് അല്ല, അത് വേണമെന്ന് വാശി പിടിച്ച അഭിപ്രായം പറഞ്ഞ് ആ നന്മയിലേക്ക് തിരിച്ചുവിടുക അത്തരക്കാരായിരിക്കും. എന്നാണ് അവർ നന്മകളെ തുറക്കുന്നവരാണ്, ഷർറുകളെ അടക്കുന്നവരുമാണ് എന്നാണ്. താക്കോൽ തുറക്കാൻ മാത്രമല്ല അടക്കാനും പര്യാപ്തമാണല്ലോ. എല്ലാ നന്മകളെയും അവർ തുറക്കുന്നു. തിന്മയുടെ വഴികളെ ഇല്ലാതാക്കാൻ, അത് അടച്ചു കളയാൻ അവരെ കൊണ്ട് സാധിക്കും. ആ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ നൽകുന്ന വിശദീകരണങ്ങൾ കാണാം. അത്തരം ആളുകൾ മിഫ്താഹുൽ ഖൈറാണെന്ന് പറഞ്ഞാൽ അവരെവിടെ ചെന്നാലും ഖൈറുമായി ബന്ധപ്പെട്ട ചർച്ചയാണുള്ളത്. ഒരു നാട്ടിലേക്ക് അവർ എത്തിയാൽ ആളുകൾക്ക് അവിടെ ആവശ്യപ്പെടാനുള്ളത് ഖൈറിന്റെ കാര്യങ്ങളാണ്. എവിടെ അവർ എത്തിപ്പെട്ടാലും അവിടെയെല്ലാം എന്തെങ്കിലും ഖൈറുകൾക്ക് തുടക്കമിടുന്നവരാണവർ. അതാണ് ഖൈറിനെ കാക്ഷിക്കുന്ന കൽബിന്റെ ഉടമകൾ. അതാണ് ബാഗിയുൽ ഖൈർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റമദാനിന്റെ ആദ്യ രാവിൽ ആകാശലോകത്തിൽ ഒരു മലക്ക് വിളിച്ചു പറയുമെന്നാണ്, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ എന്നാണ്. നന്മ കാക്ഷിക്കുന്നവരെ അഖ്ബിൽ, മുന്നോട്ട് വരിക, തിന്മ കാക്ഷിക്കുന്നവരെ പിന്മാറി പോവുക എന്ന് ഒരു മലക്ക് ആകാശലോകത്തിൽ വിളിച്ചു പറയും റമദാനിന്റെ ആദ്യ രാത്രി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ രണ്ടുതരം വിളിയാണ് പഠിപ്പിക്കപ്പെട്ടത്. നമുക്ക് ഇതിന് ഏത് വിളിയായിരിക്കും ബാധകമാവുക എന്ന ആലോചനയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. നന്മ കാക്ഷിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ ആ വിളി നമുക്കുള്ളതാണ്. അതല്ല, തിന്മ കാക്ഷിക്കുന്നവൻ എപ്പോഴും എന്തൊക്കെ തെറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുമോ എന്ന് നോക്കുന്ന ആളുകൾ. സാഹചര്യം അനുകൂലമായി കിട്ടിയാൽ തെറ്റു ചെയ്യാമായിരുന്നു, ഹറാമ് കാണാമായിരുന്നു, ഹറാമ് കേൾക്കാമായിരുന്നു, ഹറാമിന് വഴിക്ക് പോകാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കൽബിന്റെ ആളുകൾ. അവർക്കാണ് കാക്ഷിക്കുന്നവരെ, തിന്മാക്ഷിക്കുന്നവരെ നീ പിന്മാറുക, നീ മാറി നിൽക്കുക എന്ന ആ വിളംബരം അവർക്കുള്ളതാണ്. നമ്മെ സംബന്ധിച്ച് ബാഗിയുൽ ഖൈറായി മാറണം, നന്മ കാക്ഷിക്കുന്നവരായി നമ്മൾ മാറണം. അതിന് എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മയിൽ ഞാൻ ഉണ്ടാകണമെന്ന ഒരു മനസ്സ്, നാട്ടിലെവിടെ എന്തെല്ലാം ഖൈറുകൾ ഉണ്ടെങ്കിലും ആ ഖൈറെല്ലാം ഞാനും ഉണ്ടാകണമെന്ന ആഗ്രഹം. ഖൈറുകൾ ഏറ്റവും വലിയ ഖൈർ ഫർളായ കാര്യങ്ങളാണ്. നബി നിങ്ങളെ പറഞ്ഞു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറതുഹു അലൈഹി എന്ന് അല്ലാഹു തആല പറയുന്ന വചനമായി നബി നിങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഖുദ്സിയായ ഹദീസിൽ കാണാം. എന്റെ അടിമ എന്നിലേക്ക് അടുക്കാൻ ഏറ്റവും അഭികാമ്യമായത്
ഞാൻ അവന് ഫർളാക്കിയ കാര്യങ്ങളാണ്. നിർബന്ധമായ ഫർളായ കാര്യങ്ങൾ നോമ്പാവാം, നിസ്കാരമാവാം, സകാത്താകാം, ഹജ്ജാകാം. ഫർളായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഏതുണ്ടോ അതാണ് അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും പര്യാപ്തമായത്. അതുകൊണ്ട് റമദാനാകുമ്പോൾ നമുക്ക് പല ഖൈറുകൾ, പല ഫർളുകൾ ഒന്നിച്ചു വരികയാണ്. നിസ്കാരം ഏതായാലും ഉണ്ട്, പക്ഷെ ആ ഫർളായ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധ നമുക്കുണ്ടാവണം. അത് ചില പ്ലാനുകൾ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഏതായാലും നമ്മൾക്ക് നിസ്കരിക്കാറുണ്ട്, ദിവസം 5 നേരം നിസ്കരിക്കാത്തവരല്ല നമ്മളാരും. എന്നാലും പലപ്പോഴും എല്ലാ വക്തും കൃത്യമായി പള്ളിയിലേക്ക് എത്താറില്ല. എത്തിയാൽ തന്നെ തുടക്കം മുതലേ ഉണ്ടാവാറില്ല. ഇടയ്ക്ക് വെച്ച് കൂടുന്നവർ, വൈകി വരുന്നവർ, അവസാനം വന്ന് കൂടിപ്പോകുന്നവർ, ജമാഅത്ത് കഴിഞ്ഞിട്ട് പള്ളിയിൽ നിസ്കരിക്കുന്നവർ, ഇതൊക്കെയാണ് നമ്മളെല്ലാവരും. അത്തരം സാഹചര്യങ്ങൾ അങ്ങനെയായിരിക്കാം. റമദാനിൽ 30 ദിവസമുണ്ടെങ്കിൽ 150 വഖത്ത് ഫർളായ നിസ്കാരമുണ്ട്. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല അമലായി പഠിപ്പിക്കപ്പെട്ടത് മിമ്മഫ്തറത്തു അലൈഹി, ഞാൻ അവന് ഫർളാക്കിയ കാര്യങ്ങളെക്കാളേറെ എന്റെ അടിമ എന്നിലേക്ക് അടുക്കുന്ന മറ്റൊന്നുമില്ല എന്ന് അല്ലാഹു തആലയാണ് പഠിപ്പിക്കുന്നത്. എങ്കിൽ ഈ റമദാനിലെങ്കിലും ഈ 5 വഖത്ത് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു കണിശത ഉണ്ടാവേണ്ടതുണ്ട്. 150 വഖത്ത് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. അതും ഇമാമിന്റെ കൂടെ തന്നെ നിസ്കാരം ആരംഭിക്കണം. ഒന്നാമത്തെ സഫിൽ വലതു ഭാഗത്ത് വന്നു നിൽക്കാൻ സാധിക്കണമെന്ന ഒരു തീരുമാനം നമുക്ക് ഇപ്പോഴുണ്ടായാൽ കുറെയൊക്കെ പാലിക്കാൻ കഴിയും. പള്ളി വരൽ മാത്രമല്ല, 27 പുണ്യമാണല്ലോ നിസ്കാരത്തിന് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ലഭിക്കുക. അത് എവിടെയെങ്കിലും വന്ന് പള്ളി വന്ന് ഏതെങ്കിലും രൂപത്തിൽ കൂടിപ്പോയാൽ 27 പുണ്യം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നിസ്കാരം മാത്രം ലക്ഷ്യമാക്കി പള്ളിയിലേക്ക് വരണം. അതേ നിസ്കാരം കാത്തിരിക്കണം. ഇമാം നിസ്കാരം ആരംഭിക്കുമ്പോൾ അതേ കൂടെ തന്നെ ആരംഭിക്കാൻ കഴിയണം. നിങ്ങൾ പറഞ്ഞു ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങളും അല്ലാഹു അക്ബർ എന്ന് പറയുക എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചത് പിന്തുടരാൻ വേണ്ടിയാണ് എന്നാണ്. ഇമാമിന്റെ കൂടെയാണ്, ഇമാമിന്റെ തൊട്ട് പിറകിലാണ് മഅ്മൂമിന്റെ നിസ്കാരം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഒന്നാമത്തെ സഫിൽ വലതുഭാഗത്ത്, ഇമാമിന്റെ വലതുഭാഗത്ത് അതിൽ മഹത്വം ഏറെയാണ്. ഒന്നാം സഫിന് മഹത്വം കൂടും. ഖൈറു സുഫൂഫി റിജാലി അവ്വലുഹാ എന്നാണ്. പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും ഖൈറായ സഫ് ഒന്നാമത്തെ സഫാണ്. വശർറുഹാ ആഖിറുഹാ, ഏറ്റവും മോശമായ സഫ് അവസാനത്തെ സഫുമാണ് എന്ന് ഹദീസിൽ കാണാം. നബി പറയാൻ കാരണം, നബിയുടെ കാലത്ത് പള്ളിയിൽ മുമ്പിൽ പുരുഷന്മാർ, പിന്നെ കുട്ടികൾ, പിന്നെ സ്ത്രീകൾ എന്ന രൂപത്തിലാണ് നബിയുടെ കാലത്ത് പള്ളിയിൽ സഫ് ഉണ്ടായിരുന്നത്. പ്രത്യേകമായ മറകളോ പ്രത്യേകമായ റൂമുകളോ പ്രത്യേകമായ നിലയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാൻ അവിടെ സാഹചര്യം ഉണ്ടായിരുന്നില്ല. മുമ്പിൽ പുരുഷന്മാർ നിൽക്കും, അതേപോലെ കുട്ടികൾ നിൽക്കും, അതിലെ സ്ത്രീകൾ നിൽക്കും. അതുകൊണ്ട് പിറകിലെ സ്വപ്പ് സ്ത്രീകളെ സ്വപ്പുമായി അടുപ്പം കൂടുതലായിരിക്കും. അതിന് പക്ഷേ ഇഖ്ലാസ് കുറയാൻ, ദുശ്ചിന്തകൾ വരാൻ നിമിത്തമായി മാറിയേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് അവസാന സ്വപ്പാണ് ശർറായ സ്വപ്പ്. സ്ത്രീകളുടെ സ്വപ്പിൽ ഏറ്റവും മോശമായ സ്വപ്പ് ആദ്യത്തെ സ്വപ്പാണ്, ഖൈറായ സ്വപ്പ് അവസാന സ്വപ്പാണ്. അത് ഈ നിലയ്ക്ക് നിൽക്കുമ്പോഴാണ് സ്ത്രീകൾ പ്രത്യേകമായ ഭാഗത്താണ് എങ്കിൽ പുരുഷന്മാരുമായി നോക്കി നേരെ അവർ കാണുന്നില്ല, പുരുഷന്മാരുടെ ചലനങ്ങൾ അറിയുന്നില്ല, പ്രത്യേകമായ ഭാഗമാണ് അവർക്ക് എങ്കിൽ നബി ഇമാം റഹിമഹുള്ളാഹ് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്കും ഒന്നാം സ്വപ്പാണ് ഖൈർ, പുരുഷന്മാരെപ്പോൾ തന്നെ. എന്താണെങ്കിലും പള്ളികളിൽ ഒന്നാമത്തെ സ്വപ്പിൽ എത്തിപ്പെടുക, വലതുഭാഗത്ത് ഇമാമിന്റെ വലതുഭാഗത്തെത്തുക, അതൊക്കെ മഹത്വം കൂടുതലാണ്. അങ്ങനെയൊക്കെ ലഭിക്കണമെന്ന് റമദാനിലെ 30 രാത്രികളിൽ 30 രാത്രികളിൽ 150 വഖ്തിൽ ഒരു വഖ്ത് പോലും എനിക്ക് ന്യായമായ കാരണങ്ങളില്ലാതെ ജമാഅത്ത് നഷ്ടപ്പെട്ടുകൂടാ എന്ന ഒരു തീരുമാനം. യാത്രയാണ്, ജംആക്ക് നിസ്കരിക്കുകയാണ്, ഒരു പക്ഷെ അവന് ഇളവുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ രോഗിയാണ്, പള്ളിക്ക് വരാൻ സാഹചര്യമില്ല, ഇളവുണ്ട് എന്ന് മനസ്സിലാക്കാം. അതൊന്നുമല്ലാതെ ന്യായമായ കാരണങ്ങൾ, ശർഈയായ കാരണങ്ങൾ ഒന്നുമില്ലാതെ ഈ റമദാനിലെ ഒരു ഫർള് പോലും എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കാം. 27 പുണ്യം എന്നത് ഏറ്റവും മിനിമമാണ്. അതിനപ്പുറത്തേക്ക് ഏത് ഖൈറിനും നബി ഞങ്ങൾ പറഞ്ഞു 10 മുതൽ 700 ഇരട്ടി വരെ അല്ലാഹു തആല അത് പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. മിനിമം 10 ലഭിക്കുമെന്നത് 700 ഇരട്ടി വരെ ലഭിക്കും. അല്ലാഹു യുദാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ഇരട്ടിയായി നൽകുമെന്നും വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. റമദാനാകുമ്പോൾ
ആകുമ്പോൾ മഹത്വം വർദ്ധിക്കുന്നു. ഒന്നാം സ്വപ്നയിലേക്ക് എത്തുമ്പോൾ മഹത്വം പിന്നെയും കൂടുന്നു. ഇമാമിന്റെ വലതു ഭാഗത്താകുമ്പോൾ പിന്നെയും അതിന് പ്രതിഫലം വർദ്ധിക്കുന്നു. ഇമാമിന്റെ കൂടെ തന്നെ നിസ്കാരം ആരംഭിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് വീണ്ടും മഹത്വം വർദ്ധിക്കുന്നു. അതൊക്കെ നേടിയെടുക്കണമെന്ന നിർബന്ധ ബുദ്ധി. നോമ്പും ഫർളാണ്. റമദാനാകുമ്പോൾ രണ്ട് ഫർള് ഒന്നിച്ചാണ്. നമുക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്. നമ്മുടെ സക്കാത്ത് സമയമാണെങ്കിൽ അതും ഫർളായി വരുന്നു. സക്കാത്ത് സമയം പലർക്കും പലപ്പോഴായിരിക്കാം. വരുമാനം വന്നു തുടങ്ങി ഒരു വർഷം തികയുമ്പോൾ, അറബി മാസപ്രകാരം ഒരു വർഷം തികയുമ്പോഴാണ് അയാൾ സക്കാത്തിന്റെ സമയമാകുന്നത്. ഒരാളുടെ സക്കാത്ത് വർഷം റമദാനാണ് എങ്കിൽ, അല്ലെങ്കിൽ ശഅബാനിലാണെങ്കിൽ റമദാനിലേക്ക് നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ നൽകിയ റമദാനിലേക്ക് മാറ്റി വെക്കാം. ശവ്വാലിലാണെങ്കിൽ റമദാനിൽ കൊടുത്തു തുടങ്ങാം. റമദാൻ ആകുമ്പോൾ അതിന്റെ മഹത്വം ലഭിക്കട്ടെ എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ, എന്താണെങ്കിലും നമ്മുടെ സക്കാത്ത് വർഷം റമദാനുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഫർളും ലഭിച്ചു. റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും ശക്തമായത് ഫർളാണെന്ന് പറയുമ്പോൾ ഇവിടെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്ത് ഒരു പക്ഷത്തിലേക്കെങ്കിലും ഉണ്ടായിരിക്കാം. ഈ മൂന്ന് ഫർളുകൾ ഒന്നിച്ച് ലഭിക്കുന്നു. റബ്ബിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല ഇബാദത്ത് ഫർളായ കാര്യങ്ങളാണ്. ആ ഫർളിന് ശേഷം പിന്നെ സുന്നത്തുകൾ നിർവഹിക്കുക. ആ സുന്നത്തും കൂടെ ചേർന്നാൽ, ഫർളിന്റെ കൂടെ സുന്നത്തും കൂടെ ചേർന്ന് വന്നാൽ അത് അല്ലാഹുവിലേക്ക് കൂടുതൽ സാമീപ്യം ഉണ്ടാവാൻ നിമിത്തമായി മാറും. ഹത്താ ഉഹിബ്ബ, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടുമെന്നാണ്. ഫർള് ചെയ്യുകയും ശേഷം ആ ഫർളിനോടൊപ്പം സുന്നത്തും കൂടെ ചെയ്ത് വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി, എന്റെ അടിമ സുന്നത്തും കൂടെ ചെയ്ത് എന്റെ സാമീപ്യം നേടിക്കൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലോ ഞാൻ ഇഷ്ടപ്പെട്ടാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലദീ യബ്തിശു ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വയദഹു അല്ലദീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈകൾ ഞാനാകും. വരിജഹു അല്ലദീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. വഇൻ സഅലനി ലഉതിയന്ന, എന്നോട് അവൻ ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. മാത്രവുമല്ല വലഇൻ ഇസ്തആലനി ലഉഈലന്ന, എന്നോട് അവൻ അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകുക തന്നെ ചെയ്യും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സ്വീകാര്യയോഗ്യമായ ഹദീസാണ്. ഖൈറിലേക്ക് മുന്നിട്ട് വരിക, ഫർളുകൾ ചെയ്യുക, സുന്നത്തും കൂടെ ചെയ്യുക എന്നത് ഖൈറിലേക്ക് മുന്നിട്ട് വരികയാണ്. ആ ഖൈറിലേക്ക് മുന്നിട്ട് വന്നാൽ അല്ലാഹുവിന്റെ തൃപ്തിയാണ് ലഭിക്കുന്നത്. നമ്മുടെ കണ്ണിനും കാതിനും കയ്യിനും കാതിനുമൊക്കെ അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലാണ് ലഭിക്കാൻ പോകുന്നത്. അവന്റെ കണ്ണ് ഞാനാകും, കാല് ഞാനാകും, കൈ ഞാനാകും, അവന്റെ കാത് ഞാനാകും എന്ന് പറഞ്ഞാൽ ഈ അവയവങ്ങളെ കൊണ്ട് അവന്റെ കാര്യങ്ങൾ ശരിയാകുന്നത് പോലെ അല്ലാഹു തആല അവന്റെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുമെന്നാണ് ഒരു വ്യാഖ്യാനം നൽകപ്പെട്ടത്. ഈ അവയവങ്ങളെ സ്നേഹിക്കുന്നത് പോലെ റഹ്മാനവന്റെ കൽപ്പനകളെ സ്നേഹിക്കാൻ ഇഷ്ടമാക്കി മാറ്റാൻ അവന് സാധിക്കുമെന്നാണ്. കുന്തു ഹാഫില സംഇഹി വഹാഫില ബസരിഹി, അവന്റെ കണ്ണിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുമെന്നാണ്. കാലിന്റെ സംരക്ഷണം, കയ്യിന്റെ സംരക്ഷണം, കാലിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുമെന്നാണ് അല്ലാഹു തആല ആ പ്രഖ്യാപിച്ചത് എന്നാണ് മറ്റൊരു വിശദീകരണം. അല്ലാഹു അഅലം. ഏതാണെങ്കിലും എല്ലാ ഖൈറിലേക്കുമുള്ള മുന്നോട്ട് വരാനുള്ള ആവേശം നൽകുന്ന പ്രവാചക വചനമാണ് ഖുദ്സിയായ ഈ ഹദീസ്. അല്ലാ ഓതി വെച്ച ആയത്തിലും പറഞ്ഞത് ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തിലേക്ക് നിങ്ങൾ മുന്നിട്ട് വരുമെന്നാണ്. ഇസ്തബിഖു, മത്സരബുദ്ധിയോടെ നിങ്ങൾ ഖൈറിലേക്ക് മുന്നിട്ട് വരൂ. ഫിലാലിക ഫല്യതനാഫസുൽ മുതനാഫിസൂൻ എന്നാണല്ലോ ആ സ്വർഗ്ഗം നേടുന്ന കാര്യത്തിൽ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, എല്ലാ ഖൈറിലും ഞാൻ ഉണ്ടാകണമെന്ന ഒരു തീരുമാനം, ഒരു നിർബന്ധ ബുദ്ധി തീർച്ചയായും ഉണ്ടാവുക. ഒക്കെ വേണ്ടത് ഒരു മാനസികമായ അവസ്ഥ തന്നെയാണ്. ശറഹു സുദൂർ അലം നശ്റഹ് ലക സദ്റക എന്ന് നബിയോട് പറഞ്ഞു, നബിയെ താങ്കൾക്ക് ഞാൻ മാനസികമായ വിശാലത നൽകിയില്ലേ എന്നാണ്. മനസ്സിന്റെ വിശാലത, അതാണ് എല്ലാ ഖൈറിലേക്കും തിരിയാൻ വേണ്ട ഒന്നാമത്തെ കാര്യം. മനസ്സ് വിശാലമാവുക, നന്മ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ സന്തോഷമുണ്ടാവുക, നന്മ ചെയ്യാൻ അവസരങ്ങളെ കാത്തിരിക്കുക, കിട്ടുന്ന എല്ലാ അവസരങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന തീരുമാനമുണ്ടാവുക. അതാണ് ശറഹു സുദൂർ. ഇബാദത്തിന്റെ വിഷയത്തിൽ നബിതങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി നൽകിയതും ആ ശറഹു സുദൂർ തന്നെയാണ് എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നബിയുടെ മുമ്പിൽ വന്ന് ആര് ചോദിക്കുന്നുവെങ്കിലും ചോദിക്കുന്ന ഒരാളെ നബിതങ്ങൾ മടക്കാറില്ല എന്നാണ്. വസ്ത്രമാണെങ്കിൽ വസ്ത്രം നൽകുന്നു, ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം നൽകുന്നു. പ്രവാചക കൈവശമില്ല എങ്കിൽ അല്ലാത്ത വഴിയിൽ നിന്ന് സമ്പാദിച്ചുണ്ടാക്കി നൽകുന്നുവെന്നൊക്കെ കാണാൻ കഴിയും.
കഴിയും. നബി തങ്ങളുടെ ഒരു കുപ്പായം പലപ്പോഴും പലരും ചോദിച്ചവരുണ്ട്. നല്ല താല്പര്യത്തോടെ നബി തങ്ങൾ ധരിച്ച പല വസ്ത്രങ്ങളെയും വന്ന് ചോദിച്ചവരുണ്ട്. എനിക്ക് നല്ലൊരു മേൽമുണ്ട് ഹദിയായി കിട്ടി. നബി ധരിച്ചപ്പോ കാണാൻ നല്ല ചന്തമാണ്. പക്ഷെ ഒരു സ്വഹാബി ചോദിക്കുന്ന നബിയെ അത് എനിക്ക് നൽകുമോ? നബി തങ്ങൾ ഉടനെ എടുത്തു കൊടുക്കുന്നു. നബി തങ്ങൾ പോയപ്പോൾ പലരും ആ സ്വഹാബി ആക്ഷേപിച്ചു, നബി എത്ര താല്പര്യത്തിലാണ് അത് ധരിച്ചത്, നീ ചോദിച്ചത് ശരിയായില്ല, നിനക്കറിയുമല്ലോ നബി തങ്ങൾ ചോദിക്കുന്ന ഒരാളെയും നടക്കാറില്ല എന്ന് നിനക്കറിയുമല്ലോ, പിന്നെ നീ എന്ത് ചോദിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയും. അതായത് നബി തങ്ങളുടെ മനസ്സ് ആര് ചോദിച്ചാലും നൽകണമെന്ന താല്പര്യം എല്ലാവർക്കും വരാവുന്ന കേന്ദ്രമായി മാറുക. ആ നിലക്ക് ഖൈറുകളുടെ ഒരു കേന്ദ്രമായി മാറണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഒരു ദുആ പഠിപ്പിച്ചു തന്നുവെന്നാണ്. ആയിഷ ബീവിക്ക് നബി ഞങ്ങളെ പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന, ഖൈറിലേക്ക് മുന്നിട്ട് വരാൻ, ഖൈർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ദുആ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹാ വമാ ലം അഅലം. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, മിൻ ഖൈരി കുല്ലിഹി, എല്ലാ ഖൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. റബ്ബേ ആജിലിഹി വആജിലിഹി, ക്ഷണികമായതും പിന്നീട് വരുന്നതുമായ ഐഹികവും പാരിത്രികവുമായ എല്ലാ ഖൈറും അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. എനിക്കറിയാവുന്നതും അറിയാത്തതുമായ എന്തെല്ലാം നന്മയുണ്ടോ അതെല്ലാം ചോദിക്കുന്നു റബ്ബേ. വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി, എല്ലാ ശർറിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു റബ്ബേ. ആജിലിഹി വആജിലിഹി, ഐഹികവും പാരിത്രികവുമായ മുഴുവൻ ശർറിൽ നിന്നും ഞാൻ കാവലിനെ തേടുന്നു റബ്ബേ. എനിക്കറിയാവുന്നതും അറിയാത്തതുമായ എന്തെല്ലാം ശർറുണ്ടോ അതിനെല്ലാം ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക അബ്ദുക വനബിയുക. അല്ലാഹു നിന്റെ അടിമയായ നിന്റെ നബിയായ ഈ പ്രവാചകൻ നിന്റെ എന്തെല്ലാം ഖൈർ ചോദിച്ചുവോ ആ ഖൈറെല്ലാം ഞാനും ചോദിക്കുന്നു. ആ പ്രവാചകൻ എന്നോട് എന്തെല്ലാം ശർറിൽ നിന്ന് കാവലിനെ തേടിയോ ആ ശർറിൽ നിന്നെല്ലാം റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അല്ലാഹുവേ ഇന്നി അസ്അലുക ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗ്ഗത്തെ ചോദിക്കുന്നു റബ്ബേ. വമാ ഖറബ ഇലൈഹാ, ആ സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം വാക്കുകളും എന്തെല്ലാം പ്രവൃത്തികളുമുണ്ടോ അതെല്ലാം റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാരി വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമലിൻ. റബ്ബേ നരകത്തിൽ നിന്ന് തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു റബ്ബേ. ആ നരകത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം വാക്കുണ്ടോ എന്തെല്ലാം പ്രവൃത്തിയുണ്ടോ അതിൽ നിന്നെല്ലാം റബ്ബേ നീ എനിക്ക് കാവൽ നൽകണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. ഖൈറിലേക്ക് വരാനുള്ള താല്പര്യമാണ്. ഖൈറിനെ ചോദിക്കുക റബ്ബേ, എല്ലാ ഖൈറും നൽകണേ എന്ന ചോദ്യം ഖൈറിനോടുള്ള ആവേശമാണ്, നന്മയോടുള്ള താല്പര്യമാണ്. നമ്മുടെ ഖൽബിനെ അത്തരം ഖൽബാക്കി മാറ്റുക. അതാണ് ബാഗിയൽ ഖൈർ, ഖൈർ കാക്ഷിക്കുന്ന ആളുകളെ മുന്നോട്ട് വരുമെന്ന് മലക്ക് വിളിച്ചു പറയുമ്പോൾ ആ വിളി നമുക്ക് ബാധകമാകണമെങ്കിൽ നമ്മുടെ ഖൽബ് അത്തരം ഖൽബായി മാറണം. അല്ലാതെ എവിടെയും തിന്മ അന്വേഷിക്കുന്ന, തെറ്റുകൾ അന്വേഷിക്കുന്ന, എന്താണ് ഇനി തെറ്റ് ചെയ്യാൻ കഴിയുക, ഏതു വഴിക്കാണ് തിന്മയുടെ പിന്നാലെ പോകാൻ കഴിയുക എന്ന് ചിന്തിക്കുന്നവരാണ് എങ്കിൽ നമുക്ക് ദോഷമാണ്, നഷ്ടമാണ് എന്ന് നാം തിരിച്ചറിയുക. അല്ലാഹു തആല എല്ലാ ഖൈറിലേക്കും മുൻകടക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ അതിനുവേണ്ട മാനസികമായ ഒരുക്കങ്ങളാണ് ഖുത്ബയിൽ സൂചിപ്പിച്ചത്. അതോടൊപ്പം നോമ്പിന്റെ മഹത്വങ്ങളെ നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള വഴികളെയും നാം മുൻകൂട്ടി കണ്ടുവെക്കേണ്ടതുണ്ട്. ഇന്നത്തെ ചുറ്റുപാടിൽ എല്ലാ നന്മകൾക്കും വിഘാതമായി നിൽക്കുന്ന
പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ എന്നത്. മൊബൈൽ ഫോണുകൾ കയ്യിലില്ലാതെ നമുക്കാർക്കും എവിടെയും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. അവയെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം, അത് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരും ഉണ്ട്. റമദാനിൽ വിലപ്പെട്ട സമയങ്ങളെ അത്തരം സോഷ്യൽ മീഡിയകളോ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ പോയി നമ്മുടെ സമയം നഷ്ടമാകുന്ന സാഹചര്യം ഇല്ലാതിരിക്കും. ശർറുകളുടെ കൂമ്പാര്യമാണ് അവിടെയുള്ളത്. ഖുർആൻ ഓതാൻ മൊബൈൽ സംവിധാനമുണ്ട്, പക്ഷേ രണ്ടായി തോലുമ്പോഴേക്ക് പിന്നീട് മറ്റു പലതുമാണ് അത് പിറകെ നമ്മെ ആകർഷിക്കുവാനായി കടന്നു വരിക. സ്വാഭാവികമായും ഒരു നന്മയിലും മനസ്സറിഞ്ഞ് മനസ്സാന്നിധ്യത്തോടുകൂടി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അവിടെ. അതുകൊണ്ട് പരമാവധി ആവശ്യമില്ലാത്ത ഉപയോഗങ്ങളെ നാം ചുരുക്കുക, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. നല്ലതല്ല ക്ലാസുകൾ, ഉപദേശങ്ങൾ, ഖുർആൻ പഠന സംരംഭങ്ങൾ എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ വഴി നമുക്ക് ലഭ്യമാണ്. അവയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, അതല്ലാത്ത തെറ്റായ അനാവശ്യമായ അല്ലെങ്കിൽ അത്ര തന്നെ നന്മയില്ലാത്ത വഴികൾ ഏതൊക്കെയുണ്ടോ അതിലേക്ക് ഏതായാലും ഉപയോഗം പോകില്ല എന്ന ഒരു തീരുമാനം സഹോദരങ്ങളെ മനസ്സുകൊണ്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഹറാമ് കാണലും ഹറാമ് കേൾക്കലും ഒക്കെ ഈ മാസത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും ശ്രദ്ധിക്കണം, ഈ മാസം പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അങ്ങാടികൾ സജീവമാകുന്നു, പല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങാടികളിൽ പോകുന്നു, അവിടേക്ക് ഹറാമുകൾ ധാരാളമായി കാണുന്നു. അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള സ്ഥലമാണ് അങ്ങാടികൾ എന്ന് ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഏറ്റവും വെറുപ്പുള്ള പ്രദേശങ്ങൾ എന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലങ്ങൾ ഓരോ നാട്ടിലെയും മാർക്കറ്റുകളാണ്, അങ്ങാടികളാണ്. പിശാചിലേറ്റവും അങ്ങാടികളാണ്. പിശാചവന്റെ പതാക നാട്ടുക അങ്ങാടികളിലാണ് എന്ന് ചില സൂചനകൾ ഹദീസിൽ കാണാൻ സാധിക്കും. ചതിയുടെയും വഞ്ചനയുടെയും ഗീബത്തിന്റെയും നമീമത്തിന്റെയും അതേപോലെ കൊള്ളലാഭങ്ങളുടെയും കള്ളത്തരങ്ങളുടെയും എല്ലാം കേന്ദ്രങ്ങളാണ് പലപ്പോഴും മാർക്കറ്റുകൾ. അതുകൊണ്ട് നമ്മുടെ സമയം അവിടെ എല്ലാ അധികവും ഉണ്ടാവേണ്ടത്. അങ്ങാടിയിൽ പോകാതിരിക്കാൻ കഴിയില്ല, വഴികളിൽ സഞ്ചരിക്കാതിരിക്കാൻ കഴിയില്ല. അവിടെയൊക്കെ നബിതങ്ങൾ പറഞ്ഞു എല്ലാ ഹക്കിനെയും നിങ്ങൾ നൽകുക. നബിതങ്ങൾ പറഞ്ഞു വഴികളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. എന്നാണ്, വഴികളിൽ ഇരിക്കുന്നതിനെ സൂക്ഷിക്കണം. സ്വഹാബി പറഞ്ഞു നബി ഞങ്ങൾക്ക് വഴികളിൽ ഇരിക്കാതിരിക്കാനാവില്ലല്ലോ. നബി ഞങ്ങൾ അനിവാര്യമെങ്കിൽ ഹക്കുകൾ നിങ്ങൾ നിർവഹിക്കുക, കണ്ണുകൾ താഴ്ത്തുക. അഥവാ കാണാൻ പാടില്ലാത്ത പലതും വഴിവക്കിലുണ്ടാകും, അങ്ങാടികളുണ്ടാകും. സ്ത്രീ പുരുഷ സങ്കലനം വ്യാപകമാണെന്ന് മാർക്കറ്റുകളിൽ. അങ്ങനെ ആയിപ്പോയി നാട്ടിലെ ചുറ്റുപാടുകൾ. അവിടൊക്കെ കണ്ണുകളെ താഴ്ത്തുക, പാലിക്കേണ്ട മാതൃകയെല്ലാം പാലിക്കുക, അനാവശ്യ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ആവശ്യം കഴിഞ്ഞാൽ ഇത്രയും വേഗം അവിടുന്ന് പോരുക. വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്ന അങ്ങാടി വെച്ചിരിക്കുന്ന സംസ്കാരം നല്ലതല്ല. നേരമ്പഴത്തെ വെറുതെ അങ്ങാടി പോവുക, എന്നിട്ട് കുറെ സമയം അവിടെ ചെന്ന് അങ്ങനെ പലതും പറഞ്ഞ് ഒരുപാട് സമയം അങ്ങനെ കളയുന്ന ഒരു സംസ്കാരമല്ല വിശ്വാസിക്ക് ഉണ്ടാവേണ്ട. അള്ളാഹ്ക്ക് ഇഷ്ടം പള്ളിയാണ്, അള്ളാഹ്ക്ക് വെറുപ്പ് അങ്ങാടികളാണ്. പിശാചിന് ഇഷ്ടം അങ്ങാടികളാണ്, പിശാചിന് വെറുപ്പ് പള്ളികളാണ്. ആ നിലയ്ക്ക് നാം അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കേണ്ടതുണ്ട്. എല്ലാ തിന്മയിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. അനാവശ്യങ്ങൾ പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, ഫിത്നയും ഫസാദും പ്രചരിപ്പിച്ച് നമ്മുടെ നോമ്പിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. നബി ഞങ്ങൾ ഒരിക്കൽ സ്വഹാബത്തോട് ചോദിക്കുന്നുണ്ട്, അതദറൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്കറിയുമോ ആരാണ് മുഫ്ലിസ് എന്ന്, പാപ്പരായവൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബി പറഞ്ഞാൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ ദീനാർ, ഞങ്ങളുടെ കൂട്ടത്തിൽ മുഫ്ലിസ് എന്നാൽ ഒരു ദീനാറോ ദിർഹമോ ഇല്ലാത്തവനാണ്, ഒരു പണത്തിനും വകയില്ലാത്തവനാണ് പാപ്പരായവൻ. നബി ഞങ്ങൾ പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഉമ്മത്തിൽ ചില മുഫ്ലിസീങ്ങളുടെ പാപ്പരായവരുണ്ട്, ഒരുപാട് അമലുകൾ ചെയ്യും അവർ. ആ അമലുമായി നാളെ പരലോകത്തവർ വരും. പക്ഷെ വരുമ്പോൾ ഒരാളെ കുറിച്ച് അവൻ യേശുവെ പറഞ്ഞിട്ടുണ്ട്, മറ്റൊരുത്തരെ കുറിച്ച് അവൻ ഗീബത്ത് പരദൂഷണം പറഞ്ഞിട്ടുണ്ട്, ഒരുത്തവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അവന്റെ രക്തം അവൻ ചൊരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളോട് ബാധിതപ്പെട്ടവനായിക്കൊണ്ടാണ് അവൻ പരലോകത്ത് വരുന്നത്. ഈ ആളുകളെല്ലാം
അവന്റെ പിന്നാലെ വരുന്നു. അവസാനം ഇവന്റെ നന്മകൾ അവർക്ക് പകരമായി എടുത്തു കൊടുക്കുന്നു. അവനെ കുറിച്ച് ഗീബത്ത് പറഞ്ഞത് അവൻ പൊരുത്തപ്പെടാൻ തയ്യാറല്ല, അവൻ അതൊന്നും മാപ്പ് നൽകാൻ അന്ന് തയ്യാറല്ല. അതുകൊണ്ട് ഇവൻ നന്മകളെല്ലാം അവർക്ക് എടുത്തു കൊടുക്കും. എല്ലാ നന്മകളും കൊടുത്തു കഴിയുമ്പോഴും ആളുകൾ ബാക്കിയാണ്. പിന്നെ എന്തു ചെയ്യാം? അവസാനം ആ ആളുകളെ തിന്മകളെ ഇങ്ങോട്ട് ഇവന്റെ മേൽ വെച്ച് കിട്ടുന്നു. അങ്ങനെ ധാരാളം നന്മയുമായി വന്നവൻ അവസാനം ആ നന്മയെല്ലാം മറ്റുള്ളവർ ഓഹരി വെച്ച് കൊണ്ടുപോവുകയും അവൻ തിന്മകളെ കൂടി തന്റെ മേലേക്ക് വെച്ച് കെട്ടുകയും ചെയ്ത് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെടുന്നു. അവനാണ് ഈ ഉമ്മത്തിലെ മുഫ്ലിസ്, പാപ്പരായവൻ എന്നാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഹദീസ് പ്രത്യേകമായി ഓർമ്മ വേണം. കേൾക്കുന്നതെല്ലാം ഷെയർ ചെയ്യപ്പെടേണ്ടതല്ല. എന്തു വന്നാലും ആരെക്കുറിച്ച് പറഞ്ഞാലും അതെല്ലാം അങ്ങ് പ്രചരിപ്പിക്കേണ്ടതല്ല. പ്രത്യേകിച്ച് ഇലക്ഷന്റെ ചൂടിലേക്ക് നാട് നീങ്ങുമ്പോൾ റമളാൻ നഷ്ടപ്പെടാൻ നിമിത്തമായി കൂടാം. എന്തും ഏതും പ്രചരിപ്പിച്ച് എന്താണ് അതിന്റെ അതോറിറ്റി എന്ന് പരിഗണിക്കാതെ ശരിയാണോ എന്ന് പോലും നോക്കാതെ മറ്റുള്ളവരെ അപഹസിക്കുന്ന പരിഹസിക്കുന്ന വ്യത്യസ്തമായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയകൾ, വാട്സപ്പുകളിൽ, യൂട്യൂബിലെല്ലാം വരുമ്പോൾ അതൊക്കെ അപ്പടി പ്രചരിച്ച് നമ്മുടെ നോമ്പ് കൂടി നഷ്ടമായി കളയുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. റമളാന്റെ ആദ്യ നിമിഷങ്ങൾ മുതൽ തന്നെ വിശ്വാസിയാണ് എന്ന ആ ബോധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം. നബി ഞങ്ങൾ പറഞ്ഞു, നോമ്പുകാരനായാൽ പിന്നെ ചീത്ത പറയരുത്, മറ്റുള്ള ആക്ഷേപിക്കരുത്. ഒരാൾ നിന്നെ ചീത്ത പറയാമെന്നാൽ നീ പറയുക ഇന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറയുക. നീ നോമ്പ് നോറ്റവനാണ്, എന്നോട് ഇങ്ങോട്ട് കയർക്കാൻ വരുന്നു, ആക്ഷേപിക്കാൻ വരുന്നു, എന്നെ കുറിച്ച് മോശമായി പറയുന്നു, തിരിച്ചു പറയണ്ട. നീ പറഞ്ഞേക്കുക ഇന്നി സ്വാഇം, എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പുകാരനാണ്, ഞാനത് പറയുകയില്ല, ഇബാദത്തിലാണ് എന്ന ആ ഒരു മനസ്സുണ്ടാകണമെന്നർത്ഥം. നോമ്പിന്റെ പ്രത്യേകത ദീർഘമായ മണിക്കൂറുകൾ, ഒരു സെക്കൻഡ് പോലും വിടാതെ പൂർണ്ണമായി നമ്മൾ ഇബാദത്തിലാണ്. നിസ്കാരം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നിസ്കാരം കഴിഞ്ഞു. എന്നാൽ നോമ്പ് അങ്ങനെയല്ല. സുബ്ഹി ബാങ്ക് മുതൽ മഗ്രിബ് ബാങ്ക് വരെയുള്ള മണിക്കൂറുകൾ ദീർഘമായ 10-12 മണിക്കൂറുകൾ, ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാതെ ആ മണിക്കൂറുകൾ മുഴുവനാണ് നമ്മൾ ഇബാദത്തിലാണ്. അതിനേക്കാളും വലിയ മഹത്വം മറ്റെന്താണുള്ളത്? അത് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് കൂടി കൊടുക്കുക എന്നാണ്. എല്ലാം അല്ലാഹ്ക്കാണ്. പക്ഷേ നോമ്പിന്റെ പ്രത്യേകത അല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇല്ല സൗം ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി, എനിക്കുള്ളതാണ് നോമ്പ്, ഞാനാണ് ഇതിന് കൂടി കൊടുക്കുക എന്ന് അല്ലാഹ് പറഞ്ഞത് ആ മഹത്വത്തെ അറിയിക്കുന്നുണ്ട്. എല്ലാ ഖൈറിലേക്കും നമ്മൾ മുൻകടക്കണം. ഇന്ന് ശഅബാൻ 26 29 തിങ്കളാഴ്ചയാണ് ഇൻഷാ അല്ലാഹ്. തിങ്കളാഴ്ച 29 തിങ്കളാഴ്ച സൂര്യാസ്തമയ ശേഷം ചന്ദ്രോദയമുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറോളം ചന്ദ്രൻ സൂര്യാസ്തമയ ശേഷം അന്തരീക്ഷത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് മാസപ്പിറവി ദർശിക്കാൻ തന്നെയാണ് കൂടുതൽ സാധ്യത. അങ്ങനെ കണ്ടുവന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച നമുക്ക് റമളാനിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഒരു മണിക്കൂറോളം സമയമുള്ളത് കൊണ്ടും ചന്ദ്രൻ അധികം വികാസം പ്രാപിക്കുമെന്നാണ് ശാസ്ത്രീയമായി അറിവുള്ള ആളുകൾ പറയുന്നത്. അതുപ്രകാരം കാണാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. വല്ല മേഘാവൃതമാവുകയോ മഴയുടെ സാഹചര്യം ഉണ്ടാകുകയോ ചെയ്താൽ അല്ലെങ്കിൽ കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ചൊവ്വാഴ്ച മുതൽ റമളാൻ നോമ്പ് നമുക്ക് ആരംഭിക്കാൻ കഴിയും. തിങ്കളാഴ്ച മഗ്രിബോടുകൂടി റമളാൻ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനും സാധിക്കും. ആ നിലയ്ക്ക് നമ്മൾ മാനസികമായി തയ്യാറാവുക. അഥവാ മാസം കണ്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച 30 പൂർത്തിയാക്കി ബുധനാഴ്ചയിലേക്ക് പ്രവേശിക്കേണ്ടി വരികയും മനസ്സോടുകൂടി അതിലൊക്കെ നമ്മൾ ഉണ്ടാകണമെന്ന തിരിച്ചറിവുണ്ടാവുക. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും ഖൈറുകളിൽ മുന്നേറാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന് എപ്പോൾ മരണപ്പെട്ട് യാത്ര പോവുകയാണെങ്കിലും ഒരുപാട് ഖൈറുകളുമായി പോകാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ആളുകൾ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.